ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായി ഇന്നത്തെ തിരുവചന ചിന്തയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്നത് ജീവിതത്തിൽ തൃപ്തി ഉണ്ടാകുവാൻ യേശുവിനെ കണ്ടുമുട്ടുക. ഞാൻ നിങ്ങളും അധിവസിക്കുന്ന ഈ ലോകത്തിൽ എന്ത് ചെയ്തിട്ടും ജീവിതത്തിന് തൃപ്തി വരാത്തവരെ നമുക്കേറെ കാണാൻ കഴിയുന്നുണ്ട്. തൃപ്തി വരാൻ വേണ്ടി പല മാർഗങ്ങളും അവർ അവലംബിച്ചിട്ടും അതിലൊന്നും തൃപ്തിപ്പെടാതെ, സന്തോഷിപ്പാൻ കഴിയാതെ, ആനന്ദിപ്പാൻ കഴിയാതെ നിരാശ പേറി ജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ തിരുവചനം ഇന്ന് നമ്മോട് പറയുക, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിന് തൃപ്തി നൽകിയ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷകരമായി ജീവിപ്പാൻ, തൃപ്തിയോടെ ജീവിപ്പാൻ, ജീവിതത്തിന് തൃപ്തി വരുത്തുന്ന, രുചി വരുത്തുന്ന കർത്താവിനെ കണ്ടുമുട്ടാം. തിരുവചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്ത് വരാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എല്ലാവരും തന്നെ തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് വിജനപ്രദേശത്താണ്. 5000-ഓളം പുരുഷന്മാരും അതിനൊപ്പമുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും യേശുവിൻ്റെ അടുക്കൽ യേശുവിൻ്റെ വാക്ക് കേൾക്കുവാൻ, സൗഖ്യമാകുവാൻ, അവരുടെ വിഷയത്തിന് തൃപ്തി വരേണ്ടതിന്, അവർ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധിക്ക് വിടുതൽ പ്രാപിപ്പെടുന്ന യേശുവിൻ്റെ അടുക്കൽ വന്നതാണ്. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്ന ജനത്തെ അവരോട് മനസ്സലിഞ്ഞ് അവരെ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി അവർക്ക് തൃപ്തി നൽകിയെങ്കിൽ അവരെ വെറുതെ അയക്കാതെ അവർക്ക് ആവശ്യമായിട്ടുള്ളത് ഒരുക്കി കൊടുക്കാൻ, ആഹാരം കൊടുക്കാൻ തൻ്റെ ശിഷ്യഗണങ്ങളോട് കൽപ്പിച്ച കർത്താവ് ആ വിജനപ്രദേശത്ത് 5 അപ്പവും 5000-ത്തെയും അവർക്ക് വേണ്ടി പോഷിപ്പിച്ച് അവരെ തൃപ്തരാക്കിയ കർത്താവ് ഇന്ന് പകൽക്കാലം ഈ പ്രഭാതം നമ്മോട് ഓർപ്പിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിന് തൃപ്തിയില്ലാത്ത നിലവാരങ്ങളിൽ, ശൂന്യമായിരിക്കുന്ന നിലവാരങ്ങളിൽ, ഞെരുക്കത്തിൻ്റെ മണ്ഡലങ്ങൾക്കൊക്കെ വിശാലത വരുവാൻ, സമൃദ്ധി ഉണ്ടാകുവാൻ, തൃപ്തി ഉണ്ടാകുവാൻ, ജയമുണ്ടാകുവാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് വരിക. 2026 യേശുവോടൊപ്പമുള്ള യാത്രയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് മണ്ഡലങ്ങളും നമ്മെ പോഷിപ്പിക്കുന്ന, യേശുവിനെ കണ്ടവർ, യേശുവിൻ്റെ അടുക്കൽ വന്നവർ, യേശു ചെന്ന ഇടം, യേശുവിനോട് പറഞ്ഞവരൊക്കെ വിജയം വരുവാൻ, തൃപ്തി വരുവാൻ, സന്തോഷം വരുവാൻ ഇടയായെങ്കിൽ നമുക്കും സന്തോഷിപ്പാനുള്ള കർത്താവിൻ്റെ അടുത്തേക്ക് അടുത്ത് വരാം. തിരുവചനം പഠിക്കുമ്പോൾ ഞെരുക്കത്തിലിരുന്ന് നിലവിളിച്ച ഇസ്രായേൽ ജനത്തിന് വേണ്ടി കർത്താവിൻ്റെ അത്ഭുതകരമായ കരമിറങ്ങി വന്നവരെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തി വിജയം നൽകിയെങ്കിൽ, ഏറിയ നാളത്തെ അവരുടെ അധ്വാനത്തിന് പ്രതിഫലമില്ലാതിരുന്നിടത്ത് അവർക്ക് പ്രതിഫലം നൽകി മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് അവർക്ക് പൊന്നും പണവും ലഭ്യമാക്കി അവരെ സന്തോഷത്തോടെ പുറപ്പെടുവിച്ചെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, സഹോദരി, ഇന്ന് നിങ്ങളായിരിക്കുന്ന ശൂന്യമായിരിക്കുന്ന അവസ്ഥയോ, കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയുടെ മണ്ഡലങ്ങളായിക്കൊള്ളട്ടെ, യേശുവിലേക്ക് അടുത്ത് വരിക, യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക. യേശു നിങ്ങൾക്ക് വേണ്ടി പരിഹാരം വരുത്തും. അവനെ അനുഗമിക്കുന്നവരാരും ലജ്ജിച്ചു പോകാതെ അനാഥരായി വിടാത്ത, പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ കരം ഈ ജനത്തോട് മനസ്സലിഞ്ഞ് അവർക്ക് വേണ്ടി ആഹാരത്തെ ഒരുക്കി കൊടുത്ത കർത്താവ്, കരയുന്ന കാക്കക്കുഞ്ഞിനും അതാതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവത്തിൻ്റെ കരം, കർത്താവിൻ്റെ അത്ഭുതകരമായ കരം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായി വെളിപ്പെടും. അതുകൊണ്ട് തിന്ന് തൃപ്തരാകുവാൻ, ജീവിതത്തിന് സന്തോഷമുണ്ടാകുവാൻ, ജീവിതത്തിന് ഐശ്വര്യമുണ്ടാകുവാൻ, ദൈവിക സമാധാനത്തോടെ നടത്തപ്പെടുവാൻ കർത്താവിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്ത് വരാം. 2026 യേശുവിനോടൊപ്പമുള്ള യാത്രയാകട്ടെ. യേശു നിങ്ങളുടെ ഭവനത്തിൻ്റെ നാഥനും നടത്തിപ്പുകാരനും സമാധാനത്തിൻ്റെ നേതാവുമായി മാറട്ടെ. യേശു കൂടെയുള്ള പടക് മുങ്ങത്തില്ല. യേശു കൂടെ ഉണ്ടെങ്കിൽ തിരകളും കാറ്റും നിങ്ങളെ മുക്കുകയില്ല. യേശു കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ പതറുകയില്ല. അതുകൊണ്ട് ജയത്തോട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കർത്താവിനോട് ഒന്ന് ചേർന്ന് യാത്ര ചെയ്യാം. കർത്താവിലേക്ക് അടുത്തു വരാം. അവനെ നോക്കാം. അവൻ നിങ്ങളെ തൃപ്തരാക്കുന്ന ദൈവമാണ്. തേൻ കൊണ്ട്, ആയുസ് കൊണ്ട്, നന്മ കൊണ്ട്, സന്തോഷം കൊണ്ട് നമ്മെ തൃപ്തരാക്കേണ്ടതിന് അവൻ്റെ പാതാരം നിങ്ങൾ താണിരിക്കാം. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.